നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം. ഓം നമ ശിവായ. ബജരംഗി മീഡിയയിലേക്ക് അവർക്കും സ്വാഗതം. ഇടവ മാസത്തിൽ കൂറുകാർക്ക് വ്യാഴമാറ്റം എങ്ങനെയെന്നുള്ളത് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം അവരുടെ 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ 10ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ശനി 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ, ദൈവാനുഗ്രഹക്കുറവ് കാര്യങ്ങൾ ഉണ്ടാക്കുമെങ്കിലും സഹായങ്ങളും സഹകരണങ്ങളും കിട്ടുകയും തന്മൂലം ദുരിതങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പറയേണ്ടത്. ഇവിടെ പ്രധാനമായിട്ടും ഈശ്വരാധീനം വരുത്താൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ നിവേദ്യം, അതുപോലെ തുളസിമാല എന്നിവ നടത്തുന്നതും, ദുർഗ, അന്നപൂർണേശ്വരി, ലക്ഷ്മി എന്നീ ദേവതാ സങ്കല്പങ്ങളുള്ള ക്ഷേത്രങ്ങളിലും നിവേദ്യങ്ങൾ, ഭാഗ്യസൂക്ത അർച്ചന, അഷ്ടോത്തര നാമാർച്ചന എന്നിവ നടത്തുന്നതും വളരെ ശ്രേയസ്കരമാണ്. ഇവിടെ ദോഷം കുറഞ്ഞു നിൽക്കും വ്യാഴം 3ൽ പോയാലും. കാരണം എന്തെന്നാൽ കർക്കിടക രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർക്കിടകം ഉച്ചരാശിയായിട്ട്, വ്യാഴത്തിന്റെ ഉച്ചരാശിയായിട്ട് പറയുന്നു. ലക്ഷം ദോഷം ഗുരുഹന്തി എന്ന ഇത് വെച്ചിട്ട് വ്യാഴം എവിടെ നിൽക്കുന്നു, എവിടേക്ക് ദൃഷ്ടി ചെയ്യുന്നു, ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ആ ഭാവത്തിന്റെ ദോഷത്തെ ഇല്ലായ്മ ചെയ്തിട്ട് ഗുണത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ദൈവാധീനം കുറയുമെങ്കിലും സഹായ സഹകരണങ്ങൾ കിട്ടാൻ വളരെയധികം നല്ലൊരു സമയമാണ്. അത് മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നതും, അതുപോലെ തന്നെ ദുരിതങ്ങൾ, കർമ്മപരമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ കുറഞ്ഞു നിൽക്കാനും മേൽ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ട് വളരെ ശ്രേയസ്കരമായിരിക്കും. നന്ദി, നമസ്കാരം.